തൂഫാനുൽ അക്സയ്ക്ക് ശേഷം കഴിഞ്ഞ 1.5 വർഷത്തെ ഫലസ്തീനിലെ ഗസയിലെ ചരിത്രം ചില കാര്യങ്ങൾ കൂടി നമ്മോട് വിളിച്ചു പറയുന്നുണ്ട്. അത് ഇപ്രകാരമാണ്. ഇസ്രായേൽ അവരുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മാരകമായ പ്രഹരശേഷിയുള്ള ആക്രമണങ്ങൾ ഗസയെ ലക്ഷ്യമാക്കി നടത്തിയപ്പോൾ, അവിടെ കൂട്ടക്കുരുതികൾ നടത്തിയപ്പോൾ, അവിടെയുള്ള ഭവനങ്ങൾ, ഹോസ്പിറ്റൽ സമുച്ചയങ്ങൾ, സ്ത്രീകൾ, കുട്ടികൾ തുടങ്ങിയ സർവ്വകാര്യങ്ങളെയും ലക്ഷ്യം വെച്ചുകൊണ്ട് അമേരിക്കയുടെയും മറ്റു സാമ്രാജ്യത്വ ശക്തികളുടെയും വലിയ പിന്തുണയോടെ, വലിയ സാമ്പത്തിക പിന്തുണയോടെ, വലിയ ആണവ ആയുധ പിന്തുണയോടെ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് അനുകൂലമായി നിന്നിട്ടും ഇത്രയും വലിയ ആക്രമണങ്ങൾ 1.5 വർഷത്തിനിടയ്ക്ക് ഗസയെ പൂർണ്ണമായിട്ടും രക്തത്തിൽ കുളിപ്പിച്ചുകൊണ്ടുള്ള ആക്രമണങ്ങൾക്ക് ശേഷവും ഗസ അതിജീവിക്കുന്നു എന്നുള്ള ഒരു സാധ്യത, ഒരു കാര്യമാണ് ഇവിടെ ബാക്കിയാവുന്നത്. എന്താണ് ഇതിന് കാരണം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇതിൽ വ്യക്തമാവുന്നത്. ഒന്ന്, ഗസയിലെ മുഴുവൻ ജനതയും, ഗസയിലുള്ള ഓരോ വിഭാഗങ്ങളും, ആ വിഭാഗങ്ങളെല്ലാം, അവിടുത്തെ ജനതയെല്ലാം ഐക്യത്തോടെ ഒറ്റ ഒരു മനസ്സുമായി ഇസ്രായേലി അധിനിവേശത്തെ എതിർത്തുകൊണ്ട് ആ നാട്ടിൽ നിലയുറപ്പിച്ചു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത്. വലിയ രീതിയിലുള്ള ഓഫറുകളാണ് അവിടുത്തെ ജനതകൾക്ക് മുമ്പിൽ ഹമാസിനെ ഒറ്റിക്കൊടുക്കാനായി, അല്ലെങ്കിൽ ഹമാസിന്റെ നേതാക്കളെ ഒറ്റിക്കൊടുക്കാനായി, ഹമാസിനെ ഒഴിവാക്കാനായി ഇസ്രായേലും ലോകത്തിലെ പ്രധാനപ്പെട്ട ശക്തികളും മുമ്പോട്ട് വെച്ചത്. പക്ഷേ ഒരിക്കൽ പോലും അവർ ഹമാസിനെ തള്ളിപ്പറയാനോ, ഹമാസിന്റെ നേതൃത്വത്തെ തള്ളിപ്പറയാനോ, ഹമാസിന്റെ ഏതെങ്കിലും ആളുകളെ ഒറ്റിക്കൊടുക്കാനോ തയ്യാറായില്ല. ഇങ്ങനെ അവിടെ തങ്ങൾ എല്ലാവരും മരിച്ചു വീഴുമെന്നുള്ള അവസ്ഥയുണ്ടായിരുന്നിട്ട് പോലും അവിടെ നിന്നും കുടിയിറങ്ങി ഓടിപ്പോവാനോ, മറുരാജ്യങ്ങളിൽ അഭയം തേടി പോവാനോ അവിടുത്തെ ജനത തയ്യാറായില്ല. പകരം അവിടുത്തെ ന്യൂനപക്ഷമായ വെറും 3 ചർച്ചുകൾ മാത്രം പ്രവർത്തിക്കുന്ന ക്രിസ്ത്യൻ വിഭാഗം അടക്കം ഹമാസിനെ പൂർണ്ണമായിട്ടും, അല്ലെങ്കിൽ ഗസയെ പൂർണ്ണമായിട്ടും പിന്തുണച്ചുകൊണ്ട് ഇസ്രായേലിനെതിരെ നിലകൊണ്ടു എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഐക്യമാണ് ഗസയെ സംബന്ധിച്ചിടത്തോളം ഈ അതിജീവനത്തിന് സാധ്യമായ പ്രധാനപ്പെട്ട കാരണം എന്നുള്ളത്. എന്നാൽ ഇപ്പോൾ ഇസ്രായേലുമായിട്ടുള്ള ഒരു സമാധാന കരാറിന് ശേഷം വീണ്ടും വലിയ രീതിയിലുള്ള യുദ്ധ ആഹ്വാനങ്ങൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും ബെഞ്ചമിൻ നെതന്യാഹുവിന്റെയും നേതൃത്വത്തിൽ നടക്കുമ്പോഴും ഇതിന് എത്ര കാലം ആയുസ് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ലെങ്കിൽ പോലും ഈ 1.5 വർഷം എന്നുള്ളത് ഫലസ്തീൻ ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ കാലഘട്ടമാണ്. കാരണം വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ, അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള പ്രതിരോധങ്ങൾ ഹമാസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. ആദ്യം തന്നെ ഈ തൂഫാനുൽ അക്സ തുടങ്ങി വെക്കുന്നു, ഇസ്രായേലികളെ പിടിച്ചുകൊണ്ടുവരുന്നു, ഇസ്രായേലിലേക്ക് വലിയ ആക്രമണങ്ങൾ നടത്തുന്നു. ഇങ്ങനെ തുടങ്ങി വെച്ച ഈ ഒരു കാര്യത്തിന് ഫലസ്തീനിലെ ഗസയിലെ ജനത മുഴുവൻ ഹമാസിന് പിന്നിൽ അണിയുറച്ചു നിന്നതിന്റെ ബാക്കി പത്രം കൂടിയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്നുള്ളത്. മറ്റൊന്ന്, ഇതിൽ പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട കാര്യം, സാധാരണഗതിയിൽ 2 വിഭിന്ന ധ്രുവങ്ങളായി നിൽക്കുന്ന സുന്നി വിഭാഗവും ഷിയ വിഭാഗവും, ഷിയ വിഭാഗത്തിന്റെ വലിയ രീതിയിലുള്ള പിന്തുണ ഗസയ്ക്ക് ലഭിച്ചു എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത്. ഗസയെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ഭൂരിഭാഗം ജനങ്ങളും സുന്നി വിഭാഗത്തിൽപ്പെടുന്ന ജനതയാണ്. കേവലം 1% താഴെ മാത്രമാണ് അവിടെ ഷിയ വിഭാഗം ഉള്ളത്. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് വലിയ രീതിയിലുള്ള ഇസ്രായേൽ അമേരിക്കൻ അധിനിവേശം തുടങ്ങിയതിനു ശേഷം ഷിയ വിഭാഗത്തിലെ പ്രധാനപ്പെട്ട ഗ്രൂപ്പുകളായ ഹിസ്ബുള്ള, യമനിലെ അൻസാറുള്ള, ഇറാഖിലെ റെസിസ്റ്റൻസ് ഗ്രൂപ്പ്, പിന്നീട് ഇറാൻ എന്നുള്ള രാജ്യം, ഇങ്ങനെ ഷിയ വിഭാഗത്തിന്റെ വലിയ പിന്തുണയാണ് ഗസയ്ക്കും അതുപോലെ തന്നെ ഫലസ്തീനും ലഭിച്ചത്. ഇതുകൂടി പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നേരത്തെ ലോകത്തിലെ മുസ്ലിങ്ങളുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഈ 2 വിഭാഗങ്ങളും വലിയ രീതിയിലുള്ള രക്തച്ചൊരിച്ചിലുകൾ നടത്തിയ ഒരു ചരിത്രം 2 വിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. സുന്നി ഷിയ വേർതിരിവോട് കൂടി വലിയ രീതിയിലുള്ള യുദ്ധങ്ങളും അതുപോലെ തന്നെ രക്തച്ചാലുകളും ഒഴുക്കിയ ചരിത്രം ഇവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. പക്ഷേ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവരുടെ എല്ലാവിധ അനൈക്യത്തിനുള്ള സാധ്യതകളും ഒഴിവാക്കിക്കൊണ്ട്, എല്ലാ വിപരീത അഭിപ്രായ ഭിന്നതകളും മാറ്റിക്കൊണ്ട് ഗസയ്ക്ക് പൂർണ്ണമായിട്ടുള്ള പിന്തുണയാണ് ലബനനിലെ
ഹിസ്ബുള്ളയും അതുപോലെ തന്നെ യമനിലെ അൻസാറുള്ളയും നൽകിയത്. ഇത് ഗസയെ സംബന്ധിച്ചിടത്തോളം ഫലസ്തീനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പോരാട്ട ചരിത്രത്തിലെ ഏറ്റവും പ്രധാന ഏടായി മാറുന്നത് അതുകൊണ്ടാണ്. അങ്ങനെ സുന്നി വിഭാഗം ഏറ്റവും കൂടുതൽ അധിവസിക്കുന്ന സുന്നി വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന, പ്രത്യേകിച്ചും ഹമാസ് എന്ന സുന്നി പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു ചെറുത്തുനിൽപ്പിനെ ഷിയ വിഭാഗത്തിലെ പ്രമുഖമായ എല്ലാ വിഭാഗങ്ങളും എല്ലാ രീതിയിലുള്ള പിന്തുണയും നൽകി. അതിൽ വലിയ നാശനഷ്ടങ്ങൾ അവർക്ക് സംഭവിച്ചു എന്നുള്ളതാണ്. ഹമാസിനെ സംബന്ധിച്ചിടത്തോളം ഹമാസിന് വലിയ നഷ്ടങ്ങൾ ഉണ്ടായി. സ്വാഭാവികമായും അവർ ഈ ചെറുത്തുനിൽപ്പിന്റെ പ്രതീകങ്ങളാണ്. മറുഭാഗത്ത് ഇതിൽ കക്ഷിയല്ലാതെ അറിഞ്ഞിട്ട് പോലും ഇതിന്റെ ഭാഗമായി എന്നതിന്റെ പേരിൽ വലിയ രീതിയിലുള്ള നഷ്ടങ്ങളാണ് ഹിസ്ബുള്ളയെയും ഹൂത്തികളെയും അതുപോലെ തന്നെ ഇറാനെയും സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കുന്നത്. ഹിസ്ബുള്ളയെ സംബന്ധിച്ചിടത്തോളം അവരുടെ 25 വർഷം 30 വർഷത്തോളം അവരുടെ സംഘടനയെ നയിച്ചുകൊണ്ടിരുന്ന അവരുടെ ഏറ്റവും പ്രമുഖ വ്യക്തിത്വമായ ഹസൻ നസ്രുള്ളയെ അടക്കം കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ടെറിട്ടറിയിൽ കയറിക്കൊണ്ടുള്ള നിരവധി സംഭവങ്ങൾ ഉണ്ടായി. അവരുടെ പ്രസിഡന്റ് തന്നെ ഒരു ഹെലികോപ്റ്റർ അപകടത്തിന്റെ മറവിൽ കൊല്ലപ്പെട്ടു. അതിന് പിന്നിൽ ആരെന്നറിയില്ല. ഇങ്ങനെ വലിയ നഷ്ടങ്ങൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായി. യമനിലെ ഹൂത്തികളെ സംബന്ധിച്ചിടത്തോളം യമനിനെ തുടർച്ചയായി അമേരിക്കയും ബ്രിട്ടനും സഹായത്തോടു കൂടി ഇസ്രായേലും ഈ രാജ്യങ്ങൾ ചേർന്നുകൊണ്ടുള്ള ആക്രമണങ്ങൾ അവിടങ്ങളിൽ നടത്തി. ഇവരൊന്നും ഈ ഗസയുടെ ഭാഗമായിരുന്നില്ല. പക്ഷേ എന്നിട്ട് പോലും വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾക്ക് ഇവരൊക്കെ ഇരയാകേണ്ടി വന്നു. പക്ഷേ ഒരു രീതിയിലും ഗസയ്ക്കുള്ള പിന്തുണ നൽകുന്നതിൽ നിന്നും, പ്രത്യേകിച്ചും ഹമാസിന് നൽകുന്ന പിന്തുണയിൽ നിന്നും ഒരു വിട്ടുവീഴ്ചക്കും ഈ സംഘങ്ങൾ തയ്യാറായിരുന്നില്ല. അങ്ങനെ ലോകത്ത് ഇതുവരെ കാണാത്ത ഒരു മുസ്ലിം ഐക്യമാണ് ഈ വിഷയത്തിൽ, പ്രത്യേകിച്ചും സുന്നി ഷിയ ഐക്യമാണ് ഈ ഗസയുടെ ഈ ഒരു ചെറുത്തുനിൽപ്പുകൾക്കുള്ള പിന്നിലുള്ള പ്രധാനപ്പെട്ട ഘടകം എന്നുള്ളത്. 1.5 വർഷത്തെ തൂഫാനുൽ അക്സക്ക് തുടങ്ങിയതിനു ശേഷം ഉണ്ടായ ഒരു ചരിത്രം പരിശോധിക്കുമ്പോൾ നാളുകൾ അത് വിലയിരുത്തപ്പെടുക ഇത്തരം ഒരു ചരിത്രപരമായ ഈ ഒരു 2 വിഭാഗങ്ങളുടെ ഐക്യത്തിന് കൂടി ഈ ഒരു തൂഫാനുൽ അക്സ കാരണമായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇത് വ്യക്തമാവുന്നുള്ളത്. പക്ഷേ ഇപ്പോഴുള്ള നിലവിലുള്ള സാഹചര്യം എന്നുള്ളത്, ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ആയതിനു ശേഷം ബെഞ്ചമിൻ നെതന്യാഹുവിന് മറ്റുള്ള മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെ അടക്കം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തണമെന്നുള്ള ഒരു പ്രഖ്യാപനമോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളോ ആണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നുള്ളത്. മിഡിൽ ഈസ്റ്റിനെ ഒന്നാകെ ലക്ഷ്യം വെച്ചുകൊണ്ട് അത് ഞങ്ങളുടെ അധീനതയിൽ വരേണ്ട സ്ഥലങ്ങളാണ് എന്നും അത് ഞങ്ങളുടെ ഒരു സ്റ്റേറ്റിന്റെ അത്രയും ഉള്ള സ്ഥലങ്ങളാണ് എന്നും അതൊക്കെ ഇസ്രായേലിന് കീഴിൽ കൊണ്ടുവരുമെന്നുമുള്ള അത്തരം നയങ്ങളാണ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. പക്ഷെ ഇതിനെതിരെ മിഡിൽ ഈസ്റ്റിലെ മുഴുവൻ രാജ്യങ്ങളും രംഗത്ത് വന്നിരിക്കുന്നു. പ്രത്യേകിച്ചും അമേരിക്കയുടെ അലയായി തന്നെ നിലകൊള്ളുന്ന ജോർദാനും ഈജിപ്തും അതുപോലെ തന്നെ സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങൾ ഈ ഒരു വിഷയത്തിൽ ഡൊണാൾഡ് ട്രംപിനും അമേരിക്കയ്ക്കും എതിരെ രംഗത്ത് വന്ന ഒരു കാഴ്ചയും ഇപ്പോൾ ഉണ്ടാവുകയുണ്ടായി. ഇങ്ങനെ ലോകത്തിന് തന്നെ വലിയ മാറ്റങ്ങൾക്ക് ഈ തൂഫാൻ അക്സ കൊണ്ട് ഉണ്ടായി എന്ന് തന്നെയാണ് ഇത് വ്യക്തമാക്കുന്നത്. ഫലസ്തീൻ ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ കഴിഞ്ഞ 75 വർഷത്തെ സ്വതന്ത്ര പോരാട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏടായി തന്നെ ഈ തൂഫാനുൽ അക്സ ബാക്കിയാവുന്നതും അതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു നിലവിലുള്ള സാഹചര്യം, വെടിനിർത്തൽ കരാർ എന്നുള്ളത് ഇനി എത്ര ദിവസത്തേക്ക് മുമ്പോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. ഏത് നിമിഷവും ഇസ്രായേലിന്റെ യുദ്ധവിമാനങ്ങൾ ഗസയ്ക്കുമേൽ തീ തുപ്പുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷെ അങ്ങനെ തീ തുപ്പിയാൽ പോലും ഞങ്ങൾ സന്നദ്ധരാണ് എന്നും ഞങ്ങൾ ചെറുത്തുനിൽപ്പുകൾ തുടരുമെന്നും ഹമാസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഹമാസിനെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും നിർണായകമായ അവരുടെ ഒരു പോരാട്ടം കഴിഞ്ഞുകൊണ്ടുള്ള ഒരു നിൽപ്പാണ് ഇപ്പോൾ നിൽക്കുന്നുള്ളത്. ലോകത്തിന് മുമ്പിൽ തന്നെ ഹമാസിന് ഇപ്പോൾ ഒരു വീര്യം കിട്ടിയ ഒരു സാഹചര്യമുണ്ട്. ഹമാസിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും നീണ്ടു നിൽക്കുന്ന ഒരു പോരാട്ടത്തിന്റെ അവസാനം കൂടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതായത് അവരുടെ ചരിത്രത്തിൽ തന്നെ 1.5 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധത്തെ അവർ ഇസ്രായേലിനെയും അമേരിക്കയും ബന്ധപ്പെട്ട ലോകത്തിലെ വൻ ശക്തികളെയും അതിജീവിച്ചുകൊണ്ട് അവർക്ക് നിലനിൽക്കാനായി എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇസ്രായേലിനകത്ത് വലിയ അനൈക്യങ്ങൾ ഉണ്ടായി. അവിടുത്തെ സൈനിക മേധാവി അടക്കം രാജിവെച്ചു. പകരം വന്നവർ സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചു. ഇസ്രായേൽ ഈ ഒരു ഗസയിലേക്ക് അധിനിവേശം നടത്തിക്കൊണ്ട് ആക്രമണങ്ങൾ നടത്തിക്കൊണ്ട് ഹമാസിനെ ഇല്ലാതാക്കാനോ ഗസയെ ഇല്ലാതാക്കാനോ സാധ്യമല്ല എന്നുള്ള ഒരു പ്രഖ്യാപനം. ഹമാസിനെ ഒരു നിലക്കും ഗസയിൽ നിന്നും ഇല്ലാതാക്കാൻ കഴിയില്ല എന്നുള്ള ഒരു നിലപാടും അവർക്ക് സ്വീകരിക്കേണ്ടി വന്നു. 1.5 വർഷത്തെ അവരുടെ
ഈ കാര്യത്തിലുള്ള അനുഭവം അത് പറയാൻ അവരെ നിർബന്ധിതരാക്കി എന്നുള്ള ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഫലസ്തീനിലെ വിവിധങ്ങളായ ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനങ്ങൾ, ഇസ്ലാമിക് ജിഹാദ് അടക്കം, അല്ലെങ്കിൽ പോപ്പുലർ ലിബറേഷൻ ഫോർ ഫലസ്തീൻ അടക്കം, ഇങ്ങനെ വിവിധ അഭിപ്രായ ഭിന്നതകളുള്ള മുഴുവൻ വിഭാഗങ്ങളും ഈ ഒരു തൂഫാൻ അക്സക്ക് ശേഷം ഈ ഒരു സ്വതന്ത്ര പോരാട്ടത്തിന്, അല്ലെങ്കിൽ ഈ വിമോചന പോരാട്ടത്തിന് എല്ലാവിധ പിന്തുണയും ഹമാസിനും, അതുപോലെ തന്നെ ഇവരുടെ അനൈക്യങ്ങൾ പോലും, ഇവരുടെ അഭിപ്രായ ഭിന്നതകൾ പോലും ഒരു തരത്തിലും ഈ ഒരു പോരാട്ടത്തെ പിന്നോട്ടടുപ്പിച്ചില്ല. അത് മാത്രമല്ല, ഈ ഒരു മുഴുവൻ വിഭാഗത്തെയും ഒന്നിച്ചു അണിനിരത്താൻ ഹമാസിന് ഈ തൂഫാനുൽ അക്സ കൊണ്ട് സാധിച്ചിരിക്കുകയാണ്. ലോകത്തെ സംബന്ധിച്ചിടത്തോളം വരും കാലങ്ങളിൽ പ്രത്യേകിച്ചും സിറിയയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുന്നു, ഇറാഖിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നു. ലോകത്ത് ഈ ലിബിയയെയും ഇറാഖിനെയും ഒക്കെ അമേരിക്കയ്ക്ക് എളുപ്പത്തിൽ കീഴടക്കാൻ കഴിഞ്ഞത് അവിടുത്തെ അനൈക്യങ്ങളും ഒറ്റുകാരുടെ സാന്നിധ്യവും ഒക്കെ ഇങ്ങനെയുള്ള പല ഘടകങ്ങൾ കൊണ്ടാണ്. പക്ഷേ ഇത് ഗസയെ സംബന്ധിച്ചിടത്തോളം സാധ്യമാവാത്ത സാഹചര്യം ഉണ്ടായത് കൊണ്ട് തന്നെയാണ് ഗസ ഇപ്പോഴും അവിടെ അതിജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലോകത്തെ സംബന്ധിച്ചിടത്തോളം ഈ വലിയ സിറിയയിലെ മാറ്റങ്ങൾ, അതുപോലെ തന്നെ ലെബനനിന്റെ ഈ ഗസയിലുള്ള ഈ ചെറുത്തുനിൽപ്പ്, ഇങ്ങനെയുള്ള ഒരു ബഹുമുഖ പശ്ചാത്തലം നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ വരും കാലങ്ങളിൽ, വരും സമയങ്ങളിൽ അമേരിക്കയെയും അവരെ പിന്തുണക്കുന്ന ഇസ്രായേലിനെയും അതുപോലെ തന്നെ മറ്റുള്ള കക്ഷികളെ സംബന്ധിച്ചിടത്തോളം ഈ പശ്ചിമേഷ്യയുടെ വിഷയങ്ങൾ, അല്ലെങ്കിൽ ഈ ഗൾഫ് മേഖലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അല്ലെങ്കിൽ ഇറാൻ അടക്കമുള്ള രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ഈ പ്രശ്നങ്ങൾ എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം സങ്കീർണമാണ്. ഇങ്ങനെ വിവിധങ്ങളായ ഈ ഗ്രൂപ്പുകൾ, അല്ലെങ്കിൽ വിവിധങ്ങളായ ഈ കക്ഷികൾ ഒന്നിച്ചു ചേർന്നുകൊണ്ട് ഇവർക്കെതിരെയുള്ള ഒരു ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനം എന്നുള്ള നിലക്ക്, ഒരു ചെറുത്തുനിൽപ്പ് സംഘങ്ങൾ എന്നുള്ള നിലക്ക് ഐക്യത്തോടെ ഒന്നിച്ചു നിന്നാൽ അത് അമേരിക്കയെയും ഇസ്രായേലിനെയും ബ്രിട്ടനെയും അടക്കമുള്ള ലോകത്തിലെ വൻ ശക്തികൾക്ക് വലിയ രീതിയിലുള്ള തിരിച്ചടികൾ വിവിധ രാജ്യങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന സാഹചര്യം നിലനിൽക്കുമെന്ന് തന്നെയാണ് ഇത് വ്യക്തമാകുന്നത്. ഇതാണ് യഥാർത്ഥത്തിൽ ഡൊണാൾഡ് ട്രംപിനെയും ബെഞ്ചമിൻ നെതന്യാഹുവിനെയും മറ്റു സാമ്രാജ്യത്വ ശക്തികളെയും യഥാർത്ഥത്തിൽ വിഷമിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത്.